അതെന്താണെന്നറിയോ, ഉറക്കമില്ലാത്ത സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുമെന്നേ. എന്നാ ശിവമോൾ ഇങ്ങോട്ട് വരുന്നേ? ഞാനും അച്ഛനും ഇവിടെ ശിവമോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ശിവൻ ആ ആ ശരി, എന്നാ വേഗം പറഞ്ഞേട്ടാ. ആ ശിവചേച്ചിയായിരുന്നു. അല്ല, എന്താണ് അവളുടെ വിശേഷങ്ങൾ? അല്ല, അവളവിടുത്തെ ഭക്ഷണകാര്യമൊക്കെ പറയായിരുന്നു. ഉറക്കമൊന്നും ശരിയാവുന്നില്ല എന്ന്. ആകെ അവക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉപ്പുമാവും പൊങ്കലും മാത്രമേ ഉള്ളൂ എന്ന്. അയ്യോടി, നല്ല അടിപൊളിയാണല്ലോ. ലച്ചു ചേച്ചി പറഞ്ഞിട്ടുണ്ട് പാറു നന്നായിട്ട് പടമൊക്കെ വരയ്ക്കുമെന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. അതെ, പാറുവിനോട് അച്ഛൻ വഴക്കാ. എന്താ? പടം വരച്ചിട്ട് അച്ഛനല്ലേ കാണിച്ചത്, അമ്മനല്ലേ കാണിച്ചത്. മിണ്ടണ്ട പോ. വേണ്ട 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 വേണ്ട. അമ്മ ആ പടം ഇങ്ങടുത്തെ അച്ഛൻ നോക്ക്. നോക്കട്ടെ. പടം കൊള്ളാം. വീട്, മരം, കാക്കകള്. പക്ഷേ ഇതിനകത്തൊരു കുറവുണ്ട്. എന്ത്? കണ്ടുപിടിക്കാമോ? എന്ത് കുറവാ? കിണറാണോ? അല്ല. പിന്നെ എന്താ? ഈ ഭാഗത്ത് ഒരു പോസ്റ്റും സ്ട്രീറ്റ് ലൈറ്റും പന്നം. ഇങ്ങോട്ട് തന്നെ, വെറുതെ അല്ല കൊച്ചു നിങ്ങളെ കാണിക്കായിരുന്നത്. അതിനകത്ത് നാച്ചുറാലിറ്റി വരുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. എന്താണ്? അയ്യോ ചേച്ചി, ചേച്ചി ഞാൻ 1 മണിക്കൂർ പഠിച്ചായിരുന്നു. പിന്നെ പടം വരച്ച് ഇവരെ കാണിക്കാൻ വന്നതാ. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഞാൻ പഠിക്കാം. ആയിക്കോട്ടെ. വൈകുന്നേരം 4 മണി തൊട്ട് 5 മണി വരെ ഞാൻ കളിച്ചോട്ടെ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ കുളിച്ചോട്ടെ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ കഴിച്ചോട്ടെ. തൽക്കാലം കനകാന്റി അവിടെ അടുക്കളയിൽ നാരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ അത് പോയി കുടിക്കും. എനിക്ക് നാരങ്ങളും വേണ്ട ചേച്ചി. പിന്നെ ചേച്ചി നിർബന്ധിക്കുവാണെങ്കിൽ ഞാൻ കുടിക്കാം. വേണ്ട, മക്കള് കുടിക്കണ്ട. അല്ല, നീ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോ? പിന്നെ അടുക്കളയിൽ പണിയെടുക്കാൻ പോകുമ്പോ സമ്മതിക്കണ്ടേ? മക്കള് വെക്കോന്നും പറയാം എന്നെ അവിടെ ഓടിച്ചു വിട്ടു. ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത് അമ്മൂമ്മക്ക് ഇഷ്ടമല്ല. അമ്മൂമ്മക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചേച്ചി, യോ ചേച്ചി ബിസി ആയിരുന്നു? ഇല്ല, നീ പറഞ്ഞു. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ അല്ലേ? ചേച്ചി, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടെ മൂവാറ്റുപുഴ വരെ പോകുന്നു. ഞാനും കൂടെ ഒന്ന് പൊക്കോട്ടെ? മൂവാറ്റുപുഴയ്ക്കാ? അതെ. അപ്പൊ ചേച്ചി പോണ്ടെന്ന് പറഞ്ഞ ഞാൻ പോകുന്നില്ല. പോയിട്ട് പെട്ടെന്ന് വരുവോടാ? അയ്യോ ചേച്ചി ഏത് സമയം പറയുന്നു ആ സമയത്ത് ഞാൻ ഈ വീട്ടിൽ കാണും. ആണല്ലേ? അതെ. അങ്ങനെയാണെങ്കിലേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എപ്പോ? കുഴപ്പമില്ല. ചേച്ചിക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ പറഞ്ഞാൽ മതി ചേച്ചി. ഞാനത് അങ്ങോട്ട് പോക്കട്ടെ ചേച്ചി? ഓ, ചേച്ചി പറയൂല്ലോ. പറഞ്ഞാൽ മതി. എനിക്ക് വിശ്വാസം. പാറു ബാടാ. പോവാണേ ചേച്ചി? പൊക്കോട്ടെ. പോവാണേ ചേച്ചി? പൊക്കോട്ടെ. പോക്കോ. നല്ല തങ്കക്കുടം പോലുള്ള പിള്ളേര്. എല്ലാവർക്കും ലച്ചുവിനോട് എന്ത് സ്നേഹം. ഇവരെപ്പോഴും എങ്ങനെയാണോ ലച്ചു? ഇടയ്ക്കിടയ്ക്ക്. ക്ഷമിക്കണം ചേച്ചി, നേരത്തെ ഞാൻ ഡ്രോയിങ് ബുക്ക് എടുത്തോണ്ട് പോവാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തോട്ടെ? എടുത്തോ. അച്ഛാ, ആ ഡ്രോയിങ് ബുക്ക് ഞാൻ പിടിച്ചു. താങ്ക് യു ചേച്ചി. ഞാൻ പൊക്കോട്ടെ? ഇവിടെ ലച്ചു ഒരു മഹാസംഭവമാണല്ലേ. അതെ അതെ അതെ, നിന്ന് നിർത്തിയേ. എടാ ഉമേഷേ, ഞാൻ പറയുന്നു കേക്കുവോ? എന്നാലേ തേങ്ങ ഇപ്പൊ കൊടുക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി.
1 തേങ്ങ കൊടുത്തതിൻ്റെ അനുഭവം എനിക്കറിയാം. ആ അതുകൊണ്ട് കൊടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ തിരുമറി ഒന്നും എന്നോട് വേണ്ട മോനെ. ഇല്ലില്ല, നീ ഒന്നും പറയണ്ട. നീ ഫോൺ വെച്ചേ. വെക്ക്. ആരാമ്മ ഈ ഉമേഷ്? അത് പടവലത്തെ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ പണിക്ക് ഇരിക്കുന്ന പണിക്കാരനാ. ആ, ഈ ഉമേഷിനെ പടവലത്തൊരിക്കേ വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറച്ച് തേങ്ങ കിടക്കുന്നു, അത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചതാ. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ. പുള്ളി വെള്ളം അടിക്കോ? വെള്ളത്തിനകത്ത് കുളിക്കത്തേ ഉള്ളൂ. എന്താണ് ഒരു ചിരിയൊക്കെ? അല്ല, ഞങ്ങളെ പടവലത്ത് ഉമേഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്ക. ഉമേഷേട്ടനാ? അത് കോമഡിയാ അല്ലേ ഉമേ? അതെ ആണേ, വേറൊന്നുമില്ല. അവിടെ കുറച്ച് തേങ്ങ കിടപ്പുണ്ടേ, അത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. അത് കൊടുക്കണോ? തേങ്ങയല്ലേ? ആ, ഇനിയിപ്പോ എന്താ? കൊടുത്തോ. പറമ്പ് കിളയ്ക്കാൻ ആളിനെ നിർത്തണോ? അതിനിപ്പോ എന്താ, നമുക്ക് പറമ്പ് കളിക്കാൻ ആളെ നിർത്താം. ഈ മാസം നിർത്തണോ അതോ മഴ മാറിയിട്ട് നിർത്തിയാ മതിയോ? അല്ല, മോള് പറയും പോലെ ഈ മാസം നിർത്തണ്ടെങ്കിൽ നിർത്തുന്നില്ല. മോള് പറയുന്നത് പോലെ. കൊഴപ്പില്ല, ഈ മാസം തന്നെ നിർത്തിക്കോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. മോളെ. ഓ ഇല്ല, മോള് തിരക്കാണെങ്കിൽ പൊക്കോ. വെറുതെ വീട്ടിലിരിക്കുന്ന എനിക്ക് എന്ത് തിരക്ക്, അമ്മമ്മ പറഞ്ഞു. പിന്നെ ഞാനും കനകവും കൂടെ ഒന്ന് പടവലത്തോട്ട് പോയിട്ട് വരട്ടെ, എന്നിട്ട് 2 ദിവസം അവിടെ നിന്ന് നിന്നോട്ടെ. അത് ഞാൻ പറഞ്ഞാ മതിയോ? എന്നാലും ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഇല്ലില്ല, പറഞ്ഞാ മതി. പറഞ്ഞിട്ടേ പോവും. പറയാം. ശരി ശരി, അച്ഛനെ അപ്പുറത്തുണ്ടാവേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനമൊന്നും വേണ്ട. ആയിക്കോട്ടെ. ശരി. എന്റെ മരുമോളൊരു സംഭവം തന്നെ ഉണ്ടാ. ഇവരൊക്കെ ബഹുമാനിക്കണ കാണുമ്പോ എനിക്ക് അവളൊന്ന് ബഹുമാനിക്കാൻ തോന്നുന്നു. ഭയങ്കരം.